അപ്പൊ അപ്പാനി എങ്ങനെ അനുവിനെ അടിച്ചോ? നമ്മൾ പ്രൊമോ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണല്ലേ. അപ്പാനി എങ്ങാണോ അനുവിനെ അടിച്ചോ? എന്തായിരുന്നു അവിടുത്തെ വഴക്കിന്റെ കാരണങ്ങൾ? അപ്പൊ രാവിലെ മുതലുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രാവിലെ വരെയുള്ള അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ തിരിച്ച് വരാനായിട്ട് ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് ഇത്തിരി നേരമായതുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ലൈവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഫോണിൽ തന്നെ ഞാൻ ലൈവൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ കണ്ടത്. അപ്പം രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഓൾറെഡി ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു, അവർ ടീമിനെയൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൺ ടീമിനെ, വെസൽ ടീമിനെ, അതുപോലെ ഫ്ലോർ ടീം, പിന്നെ അതിനൊക്കെ വാഷ് ടീം, ബാത്റൂം ഏരിയ വാഷ് ചെയ്യുന്നവർ. അപ്പോൾ ഈ 4 ടീമിനെ തിരിച്ചു. അപ്പോൾ കിച്ചൺ ടീമാണല്ലോ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. കിച്ചൺ ടീമിലേക്ക് നമുക്ക് പിന്നെ അനുമോള്, അപ്പാനി, അതുപോലെ തന്നെ നിവിൻ, ഷാരിക, ആദില, നൂറ, ഇത്ര പേരാണ് കിച്ചൺ ടീമിലേക്ക്. അവർ ഇന്നലെ തന്നെ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കിച്ചൺ ടീമിലേക്ക് ആരെയും മറ്റുള്ളവരെ ആരെയും കയറ്റിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കിച്ചൺ ടീമിലെ ജിസേൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജിസേൽ ഉണ്ടായതുകൊണ്ട് ജിസേലാണ് സ്റ്റാർ ഓഫ് ദ വീക്ക് എന്ന് പറയുന്ന ഒരു പ്രൈസ് കിട്ടിയത്. അപ്പം അനുമോൾ എന്തെങ്കിലും അനുമോളിന് ചെറിയൊരു അവർ തമ്മിൽ ഒരു മത്സരം ഉണ്ട്, ജിസേലും അനുമോളും. പ്രത്യേകിച്ച് അനുമോൾക്ക് ഇത് കള്ളി എന്നൊക്കെ വിളിച്ചതിൻ്റെ ഒരു ഭയങ്കര ദേഷ്യം കിടപ്പുണ്ട്. ജിസേലിനാണെങ്കിൽ ജിസേലിൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്തതും അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ കണ്ടുപിടിച്ചതും ആയിട്ടുള്ള ദേഷ്യമുണ്ട്. അപ്പം രണ്ടുപേർക്കും പരസ്പരം ഉള്ളിലൊരു ദേഷ്യം പരസ്പരം കിടപ്പുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ജിസേലിന് ആരെയും ഈ പ്രാവശ്യം കിച്ചണിലേക്ക് കയറ്റരുത് എന്നുള്ള ഒരു സജഷൻ അവരെല്ലാം കൂടി വെച്ചിട്ട്, അപ്പം അതുപോലെ തന്നെയാണ് കിച്ചണിലേക്ക് ആരും കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ രാവിലെ തന്നെ അനുമോളൊക്കെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടു, നേരത്തെ ഉണ്ടാക്കി. അതാണ് ഉച്ചയ്ക്ക് ചിക്കൻ കറിയും ഒക്കെ വെച്ചു. പിന്നെ അതിന് മുമ്പായിട്ട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിക്ഷൻ നോമിനേഷൻ ആയിരുന്നു. അപ്പോൾ എവിക്ഷൻ നോമിനേഷനിലും ഒരുപാട് പിന്നെ കുറേ പേരുണ്ട് കേട്ടോ. എവിക്ഷൻ നോമിനേഷനിൽ വന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാരിക വന്നു, അതുപോലെ തന്നെ ഷാരികയും ഷാനവാസും 2 വോട്ടുകൾക്കാണ് കേട്ടോ. 2 റെനയാന്ന് തോന്നുന്നു, റെനയും 2 വോട്ടുകൾ വീതം കിട്ടിയിട്ട് ഷാരിക PGയും ഷാനവാസും വന്നു. റെന, ഒനിയൽ, അനുമോൾ, അക്ബർ 3 വോട്ട്, ശരത്ത് 4, ശൈത്യ 4, ഷാരിക KB 5. ഇത്രയും വോട്ടുകളാണ്. അതുപോലെ തന്നെ നമ്മൾ രേണു സുധി ഇപ്പോൾ ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടില്ല, 1 വോട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്തത് സരികയാണ്, ബെഡ്മേറ്റ്. പിന്നെ രേണുവിൻ്റെ ബെഡ്മേറ്റ് എന്ന് പറയുന്ന കലാഭവൻ സരികയാണ്. അപ്പോൾ സരിക വന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പോൾ സരിക കൺഫ്യൂഷൻ റൂമിൽ വന്നിട്ട് നോമിനേഷന് വേണ്ടിയിട്ട് രേണു സുധിയുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്, എപ്പോഴും വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്, എപ്പോഴും വയ്യ എന്നാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും അപ്പം അവർ രാത്രിയിൽ അവർക്ക് ഉറങ്ങി കിടക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഉണർന്ന് അവർക്ക് ടെൻഷനാണ്, എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന് വിചാരിച്ച് അവരിപ്പോഴും നോക്കും, അവർക്ക് അതിൻ്റെ ടെൻഷനുണ്ട്. ഒരേ ബെഡിലാണല്ലോ കിടക്കുന്നത്. പിന്നെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഓപ്പണായിട്ട് മറ്റുള്ളവരെ മുന്നിൽ പറയാതെ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറയും. ഒന്നും പിന്നെ ഓപ്പണായിട്ട് പറയാനായിട്ട് രേണുവിന് താല്പര്യമില്ല. അപ്പം അതൊരു സേഫ് കളിയും എവിടെയും മൂലയിൽ കുത്തിയിരിക്കുന്ന കളിയാണല്ലോ. അപ്പോൾ ഒളിച്ചിരിക്കുന്നവരെയും കുതന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ ചെയ്യുന്നവരെയും ഷൗട്ട് ചെയ്യുന്നവരെയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഈ നോമിനേഷന് മുമ്പ്, എവിക്ഷൻ പറയുന്നതിന് മുമ്പ്, എവിക്ഷൻ നോമിനേഷൻ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് സരിക പിന്നെ രേണുവിനെ ചെയ്ത്. പക്ഷെ രേണുവിന് വേറെ ആരും പിന്നെ എവിക്ഷൻ നോമിനേഷനിൽ ഇട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു ഈ ആഴ്ച സേഫായി. മലയിലും രേണു സേഫാണ്. രേണുവിന് കുറേ നാൾ 50 ദിവസത്തിനടുത്തൊക്കെ രേണു നിൽക്കും. കാരണം അതിന് മുമ്പ് പോരാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ നമ്മളെ പിന്നെ വെട്ടാനൊക്കെ പിന്നെ പെരുന്നാളൊക്കെ വരുമ്പം കാളേനെയും പോത്തിനെയൊക്കെ വെക്കുമല്ലോ വെട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ കുറച്ച് 2-3 ആൾക്കാരെ അവിടെ വെച്ചിട്ടുണ്ട്. ശൈത്യനെ ഇനിയിപ്പോൾ അടുത്ത ഔട്ടാക്കാൻ പോലെ ശൈത്യമായിരിക്കും. പിന്നെ റെനയുണ്ട്, ഒനിയലുണ്ട്. ഇവരെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ രേണുവിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു രേണു 50 ദിവസമെങ്കിലും രേണു നിൽക്കുമെന്ന് പറഞ്ഞു. 50 ദിവസത്തിനകത്തെങ്കിലും രേണു നിൽക്കാൻ സാധ്യതയുണ്ട്, എൻ്റെ ഒരു കണക്കൂട്ടലാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എവിക്ഷൻ നോമിനേഷൻ. അപ്പോൾ നോമിനേഷനിൽ നമുക്ക് വന്നേക്കുന്നത് ഷാരിക, ഷാനവാസ്, റെന, ഒനിയൽ, അനുമോൾ, അക്ബർ, ശരത്ത്, ശൈത്യ ആൻഡ് ഷാരിക. ഇത്രയും പേരാണ് എവിക്ഷൻ നോമിനേഷനിൽ ഈ ആഴ്ചത്തേക്ക് വന്നിരിക്കുന്ന കണ്ടസ്റ്റന്റുകൾ. അപ്പം പിന്നെ അവിടെ നടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെയൊക്കെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കിച്ചൺ ആണ് കൂടുതലും പ്രധാനമായിട്ട് കിച്ചൺ കാണിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഷാരിക
അവരുടെ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഹോട്ട് സീറ്റ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കുറച്ച് 2-3 പേരെയും ഹോട്ട് സീറ്റ് അവിടെ പിരിച്ചിരുത്തിയിട്ട് സരിക എടുത്ത് ചോദിച്ചു, നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സരിക പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച സമയത്ത് ഈ നമ്മുടെ ഷാരിക PBGയോ ഷാരിക KB, എനിക്ക് അവരുടെ ഇനിഷ്യലൊന്നും അറിയത്തില്ല, ഷാരിക KB ആണെന്ന് തോന്നുന്നു. ഷാരിക ഷാരിക നമുക്ക് പറയാം. ഇനി ഇനിഷ്യൽ തപ്പിപ്പോയിട്ട് ഇനി അത് തെറ്റിയിട്ട് പിന്നെ എല്ലാവരുടെ എണ്ണത്തെറി വിളിക്കണ്ട. അപ്പൊ ഷാരിക ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞിട്ട് സരികയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ട് യഥാർത്ഥം പറഞ്ഞ ഇവരെ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ അൺനെസസറി ഒരുപാട് വളരെ ട്രിഗർ ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചീത്തയും വിളിച്ചിട്ട് ഇറങ്ങി പോകണം. പക്ഷെ അവർ ചോദിച്ച ലാസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഇവർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ലാസ്യവതിയായിട്ട് വശീകരണം കാണിച്ച് ഇവിടുത്തെ ആൺപിള്ളേരെ എല്ലാം മയക്കിയിട്ട് അവരുടെ ഇടയ്ക്ക് ചെന്ന് കിടന്ന് ഉരുളുവല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സരിക ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിപ്പോയി. കാരണം സരികയ്ക്ക് ഒരിക്കലും അത് ഒന്ന് അത് അംഗീകരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിപ്പോയി. എന്നുവെച്ചാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അപ്സെറ്റ് ആയിപ്പോയി, എല്ലാം കൂടെ തിരിഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ അപ്പോഴത്തേക്ക് ശരിക്കും അപ്പൊ പറഞ്ഞു ഓക്കെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കലാഭവൻ സരിക എഴുന്നേറ്റ് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവര് വന്ന് പറഞ്ഞു എന്താണ് അങ്ങനെ ചോദിച്ചത്. അപ്പൊ പറഞ്ഞാൽ അത് ഹോട്ട് സീറ്റ് ആണ് എന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണമായിരുന്നു, നിങ്ങൾ എന്താണ് പറയുന്നത്. അപ്പൊ പറഞ്ഞ് അത് അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഓരോ ആൾക്കാരെ അപ്പൊ കേട്ടോണ്ട് നിന്നത് രേണുവാണ്. അപ്പൊ രേണു സരികയോട് ചെന്ന് ചോദിച്ചു അത് തെറ്റായിപ്പോയി, എന്തിനാണ് അങ്ങനെ ചേച്ചി അത് അവര് പറഞ്ഞത് ശരിയല്ല, തെറ്റായിപ്പോയി എന്നുള്ള രീതിയിൽ രേണു ചെന്ന് സരികയോട് പറഞ്ഞു. ഷാരികയാണ് ഏറ്റവും അവിടെ അടുപ്പം, എപ്പോഴും അടുപ്പം അവര് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് സരികയ്ക്ക് അത് വീണ്ടും അത് ഭയങ്കര വിഷമമായി. അങ്ങനെ സരിക ഒന്ന് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു അത് ഞാൻ അങ്ങനെയാണ്. പിന്നെ പറഞ്ഞ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ കുടുംബജീവിതം നാട്ടുകാരെന്ത് വിചാരിക്കും, ഇത് ചെറിയൊരു കാര്യമായിട്ട് സ്പാർക്കായിട്ട് പുറത്തേക്ക് പോയാൽ അവർ എന്താണ് വിചാരിക്കുന്നത്. അപ്പം സരികയെ സംബന്ധിച്ച് അവിടെ ഉള്ളവരെ കൊണ്ട് സരികേനെ നല്ലത് പറയിപ്പിച്ചിട്ട് ഇവരെ കൊണ്ട് സോറി പറയിപ്പിക്കുക. അപ്പൊ എന്തായാലും ഇവര് സോറി പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ലെന്ന്. ലാസ്റ്റ് എന്താണ് കാരണം, ഞാൻ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് എന്നുള്ളത് ബിന്നിയുടെ ചെവിയിൽ സരിക പറഞ്ഞു. അപ്പൊ അങ്ങനെ ബിന്നി വിളിച്ചോണ്ട് പോയി ഷാരികയോട് പറഞ്ഞു. അപ്പൊ ഷാരികയ്ക്ക് അത് കാര്യം മനസ്സിലായി. അങ്ങനെ പിന്നെ 2 പേരും കൂടി ഒരുമിച്ച് വിളിച്ചോണ്ട് വന്ന് നമ്മുടെ ഷാരിക ഭയങ്കര ഹോട്ടായിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളതെങ്കിലും പക്ഷെ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര പാവമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ കാണുന്നതേ നമുക്കറിയത്തുള്ളൂ. അപ്പം അവരുടെ ഹോട്ട് സീറ്റിന്റെ ഇന്റർവ്യൂസ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ജസ്റ്റ് അതിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഭയങ്കര ഹോട്ടായിട്ട് എല്ലാവരോടും ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പിന്നെ എന്തായാലും സോറി 2 പേരോട് കെട്ടിപ്പിടിച്ച് അപ്പം നമ്മുടെ ഷാരിക അങ്ങ് കരഞ്ഞു. സോറി, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ അവർക്ക് വരുവാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വരും, നിന്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നു. ക്യാമറയിലൊക്കെ പറഞ്ഞു സരികയുടെ ഹസ്ബൻഡിനോട് പറയുന്ന രീതി ഇതൊക്കെ എന്തോന്ന്, ഇതൊക്കെ സിമ്പിൾ അല്ല. അങ്ങനെ ഇപ്പോൾ ഒരാൾ പറഞ്ഞോന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല, അങ്ങനെയുള്ള വിഷമിക്കണം. എന്തായാലും സോറി പറഞ്ഞു, 2 പേരും പരസ്പരം സോറി പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അങ്ങനെ ആ ഒരു പ്രശ്നം വെച്ച് വന്നു. പക്ഷെ അതൊക്കെ അക്ബറും മറ്റവരും മറിച്ചവരും ഒക്കെ ഭയങ്കരമായിട്ട് ഊതി ഉറപ്പിച്ച് കുറേ നേരം അതുമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെന്താണ് പിന്നെ അവർ തമ്മിൽ നോർമലായിട്ട് സംസാരിച്ച് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു കേട്ടോ. പിന്നാണ് ഈ അപ്പാനെ ഇപ്പം പിന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മുടെ അനുമോള് കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അനുമോള് തിരിച്ചു വരുന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ നിന്ന് ജിസേലും റെനയാന്ന് തോന്നുന്നു, റെനയിൽ നിന്ന് പാചകം മീൻസ് ജിസേലും വെജിറ്റേറിയൻ ആണല്ലോ, അപ്പൊ എന്തോ ഉണ്ടാക്കുന്നു. അപ്പൊ വെജിറ്റേറിയൻ ചിക്കൻ കറി ആയതുകൊണ്ട് ജിസേൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല എന്നൊക്കെയുള്ള ന്യായമാണ് പറയുന്നത്. അപ്പൊ നിവിനാണ് കിച്ചന്റെ തന്നെ ഒരു മെമ്പറാണല്ലോ. അപ്പൊ നിവിൻ അപ്പം സഹായിക്കുന്നത്, ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് അനുമോക്ക് കലി കയറി. അനുമോക്ക് പെരുവിരൽ മുതലില്ല തലച്ചോറ് വരെ പെരുത്തു എന്ന് പറഞ്ഞ കണക്ക് അങ്ങനെയും വന്നു. കാരണം സത്യം എന്ന് പറഞ്ഞാൽ അനുമോള് നന്നായിട്ട് കളിക്കുന്നുണ്ട്, വളരെ നന്നായിട്ട്. അനുമോളെ ഭയങ്കരമായിട്ട് ഇവര് പുറത്താക്കാനും പുറത്ത് ഫേക്ക് കളിയാണ് കളിക്കുന്നതെന്ന് വരുത്തി തീർക്കാനും വേണ്ടി അപ്പാനിയും ഗ്രൂപ്പ് ഒരുപാട് ശ്രമിക്കുന്നു. അപ്പാനി അയൽക്കൂട്ടം ഗ്രൂപ്പ്, അപ്പാനി പ്രസിഡന്റും പിന്നെ നമ്മുടെ അക്ബർ സെക്രട്ടറിയുമായിട്ടുള്ള അയൽക്കൂട്ടം ഗ്രൂപ്പ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇവിടെ കയറിയതെന്ന് പറഞ്ഞിട്ട് അനുമോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പൊ ഷൗട്ട് ചെയ്ത സമയത്ത് എല്ലാവരും വന്നപ്പോൾ പറഞ്ഞ് വെജിറ്റേറിയൻ. അപ്പൊ ക്യാപ്റ്റൻ വന്നു. ആരും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പൊ അപ്പാനിയുടെ അറിവോട് കൂടിയാണ്, അപ്പാനിയാണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ. അപ്പൊ അപ്പാനിയുടെ അറിവോട് കൂടിയാണ്. അപ്പൊ അപ്പാനിയുടെ അറിവോട് കൂടിയാന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ഭയങ്കരമായിട്ട് സംസാരമായി. അപ്പാനി എന്തോ ഒരു ഷൗട്ടിങ് ആണ്, ഭയങ്കര ചെവിയൊക്കെ. ഇന്നലെ അനീഷ് പറഞ്ഞ കറക്റ്റാണ്. കൺഫെഷൻ റൂമിൽ ഇന്നലെ അനീഷ് പറഞ്ഞു പിന്നെ ഈ നോമിനേഷൻ സമയത്ത് ഈ അപ്പാനിയുടെ സൗണ്ടൊക്കെ ചെവി പൊട്ടിത്തെറിക്കുന്നു. കറക്റ്റാണ്. ഏത് അങ്കമാലി ഡയറീസിലെന്താ ജിമിക്കി കമ്മലിൻ്റെ ആണ്ട് പാട്ടം കണ്ടല്ലേ അവരെ പാട് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ എന്തോ വലിയ സംഭവമാണെന്നുള്ള തോന്നലാണ്. പുറത്ത് അയാൾക്കുള്ള ഇമേജ് നെഗറ്റീവായിട്ട് പോകുക എന്നുള്ളത് ആ പുള്ളി മനസ്സിലാക്കുന്നേ ഇല്ല. എന്തായാലും ഭയങ്കരമായിട്ട് ചൂട്. അപ്പൊ അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടെന്ന് അനുമോൾ ഇവർക്ക് മനസ്സിലായി, ഇവർക്ക് അറിയാം. അതുകൊണ്ട് അനുമോളെ ഫേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അനുമോൾ ഇപ്പൊ നമ്മളെ കരയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റമൊന്നും ഒരുപാട് പറയുന്നില്ലേ, നമ്മളെ ഇമോഷൻസ് അവിടെ പ്രധാനമാണ്. പക്ഷെ അനുമോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കളിക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അനുമോടെ എനിക്കൊന്ന് ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ. അനുമോൾ പക്ഷെ നല്ലതായിട്ട് കുക്കും ചെയ്യും, കുറച്ച് നല്ല വൃത്തിയുമാണ്, മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് കിച്ചണിൽ നിൽക്കുന്നത്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ബാക്കി എല്ലാവരും കിച്ചണിൽ മുടിയും അടിച്ചിട്ട് ഇത്രയും നാൾ നിന്നപ്പോഴും ഇപ്പൊ അനുമോള് ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെ നന്നായിട്ട് മുടിയൊക്കെ കെട്ടി വെച്ച് വളരെ നീറ്റായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് അനുമോളെ ഇഷ്ടമാണ്. എനിക്ക് ഇത്ര ദിവസത്തെ ഈ 16 ദിവസം കൊണ്ടുള്ള അനുമോളെ പരിചയമുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് കണ്ടിട്ടുള്ളൂ. ഞാനങ്ങനെ സീരിയലോ സ്റ്റാർ മാജിക്കിന്റെ കാര്യങ്ങളൊന്നും കാണുന്ന ഒരാളല്ലാത്തതുകൊണ്ട്, സമയമില്ല കാണുന്നല്ലാത്തതുകൊണ്ട്. അല്ലാണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് അനുമോളെ കാണാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മൾ ഇവിടെ വട്ടിയൂർക്കാവ് ആയതുകൊണ്ട്, ട്രിവാൻഡ്രം വട്ടിയൂർക്കാവാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രംകാരി ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പിന്നെ അനുമോളെ എനിക്ക് ഇഷ്ടമാണ്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്കും, കുറച്ച് ഫണ്ണ്, കുറച്ച് കുസൃതി, കൊച്ചുകുട്ടിയുടെ നോട്ടി, കാരണം ഏജിനനുസരിച്ചുള്ള ഒരു സംഭവമല്ല. നമ്മുടെ എല്ലാ ഉള്ളിലും ഒരു ചൈൽഡ് ഉണ്ടല്ലോ, ഒരു കുട്ടിത്വം, ചൈൽഡിഷ്നെസ്. അപ്പോൾ എന്തെങ്കിലും അനുമോള് ഭയങ്കരമായിട്ട് ട്രിഗറായി, ദേഷ്യം വന്ന് ജിസേലിനെ കണ്ടു. അപ്പോൾ ഉടനെ അനുമോള് അപ്പാനിയോട് ഒരു വാക്ക് പറഞ്ഞു, ഒരുത്തിയെ പുറത്തിറക്കിയില്ലേ, ഒരുത്തിയെ നിങ്ങൾ കാരണം നിങ്ങൾ പുറത്ത് പോയില്ലേ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. എൻ്റെ പൊന്നോ. അപ്പോൾ എല്ലാവരും കൂടി എന്നിട്ട് അവൾ പറഞ്ഞിട്ടങ്ങ് പോയി, ബാത്റൂമിലേക്ക് പോയി. എൻ്റെ പുറകെ ആദിലെ നൂറൊക്കെ ചെന്ന് അങ്ങനെ നീ പറഞ്ഞത് ശരിയായില്ല, അതങ്ങനെ കുറേ കോൺവെർസേഷൻ ചെയ്തു. പക്ഷെ അക്ബർ ഉണ്ടല്ലോ, അക്ബർ ഭയങ്കര ആരടി ആരടി ആരടി. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞുകൊണ്ട് തോന്നും ഇടി പൊടിയെന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിക്കാൻ. സ്വാഭാവികമായിട്ട് നമ്മൾ ആരും പറയുന്ന കാര്യമുള്ളൂ. നമ്മളിപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ തെറി വിളിച്ചപ്പോൾ നമ്മൾ പറയില്ലേ, പിന്നെ തിരിച്ച് അതുപോലെ തന്നെ എടി പുല്ലേന്ന് വിളിച്ചപ്പോൾ എടാ പുല്ലേന്ന് നമ്മൾ തിരിച്ചു വിളിച്ചു. തിരിച്ച് പരമ അറിയുന്ന വായി നോക്കി വിളിച്ചു. അവനെയും കണ്ടി വിളിച്ചിട്ടുണ്ട്. ഞാൻ അതിലെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പോഴ് അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോയി. എന്തായാലും ലാസ്റ്റ് അപ്പാനി ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് സ്തംഭിച്ചു പോയി. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള സ്തംഭനവും തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമ്മളിത് കുറച്ച് ദിവസമായിട്ട് അല്ലെ 2-3 ദിവസമായിട്ട് നമ്മളിത് കാണുന്നതാണ്. ഇത് നെഗറ്റീവായിട്ട് പോകുമെന്ന് ഞാൻ ആദ്യം തന്നെ വീഡിയോ ഇട്ടു. ഇത് പിന്നെ എൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു സെന്റൻസ് ഉണ്ടാവും. പിന്നെ അതുകൊണ്ടൊക്കെ ഞാൻ പിന്നെ ബിൻസി പുറത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പാനിയായിട്ടുള്ള കൂട്ടുകെട്ടിലെ ബിൻസി പുറത്ത് പോകേണ്ടി വന്നതാണെന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബിൻസി അതുകൊണ്ട് തന്നെയാണ് പുറത്ത് ചെയ്തത്. ആ പുറത്തെ പൾസാണ് അനു പറഞ്ഞത് കേട്ടോ. അത് ഭയങ്കര അപ്പൊ അത്രമാത്രം അനുമോൾ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അനുമോൾ നല്ല ഗെയിമറാണെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണത്. അനുമോൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. കാരണം അനുമോളിന് പുറത്ത് നമ്മൾ എന്താണ് വിചാരിച്ചതെന്ന് അനുമോൾ അവിടെ ഇന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ എന്തായാലും അത് പറഞ്ഞ് പിന്നെ ലാസ്റ്റ് എല്ലാവരോടും ക്ഷമയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും കോംപ്രമൈസ് ആക്കി. എന്നാലും അനുമോടെ മുഖം ഇപ്പോഴും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ എല്ലാ ആൾക്കാരും കിച്ചണിൽ കയറി നിരങ്ങുവാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കണ്ടന്റ് എന്ന് പറയുന്ന കിച്ചൺ, ലാലേട്ടൻ പ്രത്യേകിച്ച് കിച്ചന്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സകല ആൾക്കാരും കിച്ചൺ ഇല്ലാത്തവരും കിച്ചന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പ്രതിഭ പോലെ ഇന്നൊരു 4-5 പേര് ഫ്രണ്ടിൽ അങ്ങ് നിൽക്കും. അപ്പം അപ്പുറത്ത് നിന്ന് പാചകം ചെയ്യുന്നവരെ കാണാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലെ എല്ലാവരും നിൽക്കും. എനിക്ക് റെന ഫാത്തിമ എന്തോ പിടിക്കുന്നില്ല കേട്ടോ സത്യം. നമ്മുടെ രേണു സുധി പിന്നെ കളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നുണ പറഞ്ഞ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു സേഫ് ഗെയിം കളിക്കുന്നു, എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങി പിടിച്ചിരിക്കുന്നു. വളരെ പാവട്ടെ. എന്തുകൊണ്ടാണ് രേണു ഇങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇനി ആരെയും കാണാൻ പറ്റാത്തത് കൊണ്ടോ എന്തോ സുഖമില്ലായ്മയോ വല്ലതും ഉണ്ടോ എന്നറിയത്തില്ല. എന്തായാലും ഫിസിക്കലി രേണു വീക്കാണ്. അപ്പോൾ മെൻ്റലി പിന്നെ വീക്കാവാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ മെൻ്റലി രേണു ഒരിക്കലും വീക്കാവില്ല. രേണു കുറച്ചും കൂടി ഇതെല്ലാം കണ്ട് ഇത്രയും നെഗറ്റീവായിട്ട് പോലും വീക്കായിട്ടില്ല. അത്ര ഒരു ലേഡി ആയതുകൊണ്ട് മെൻ്റലി ഷീസ് വെരി സ്ട്രോങ്. ബട്ട് ഫിസിക്കലി ഭയങ്കരമായിട്ട് വീക്കാണ് എന്നാണ് എൻ്റെ തോന്നലാണ് പറഞ്ഞത്. ഞാൻ അതിനാരും തെളിവിച്ചുകൊണ്ടിരിക്കുന്നത് വരണ്ട കേട്ടോ.
അപ്പോൾ എല്ലാത്തിനും ഈ കുറേ വായ്മുഖികളുണ്ടല്ലോ, എങ്ങനെ പറയേണ്ടിരുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ ഈ പിന്നെ PR വർക്കുന്നതിന്. പിന്നെ ഒന്നും മനസ്സിലാക്കാതെ ഓരോരുത്തന്മാർ വന്നെങ്കിൽ നമ്മളെ അങ്ങ് തെറി വിളിക്കാൻ പറ്റണം. എന്ത് ഓരോത്തോളുമാർ കുറേ ഉളന്മാരും ഉണ്ട്. പിന്നെ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണ് നമ്മളെന്ത് പറഞ്ഞ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലാണ്ട് നമ്മളവരുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. ചുമ്മാ വെറുതെ ഒന്നും കേൾക്കാതെ ഡിപ്ലോമ എനിക്ക് വയ്യ, അതിനെക്കുറിച്ചൊന്നും പറയണ്ട, പോട്ടെ. നമുക്ക് എന്തെങ്കിലും ഇനിയും കുറേ ഉണ്ട് കമൻസും കാര്യങ്ങളും. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് നോക്കിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കമൻസ് വായിക്കാനുള്ള ഒരു അവസ്ഥ സമയം കിട്ടില്ല. കുറേയൊക്കെ ഞാൻ പറ്റുന്ന ഇതിനെല്ലാം ലൈക്ക് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത്. എനിക്ക് മോശമായിട്ട് തോന്നുന്ന നെഗറ്റീവായിട്ടുള്ള കമൻസ് എല്ലാം ഞാൻ, കാരണം അവർ ഡിലേറ്റ് ചെയ്യും, കുറേയൊക്കെ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കാരണം അഡ്വക്കേറ്റാണ് ഞാൻ, അഡ്വക്കേറ്റാണെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് കുറേ ഡിലേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. അപ്പോൾ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് പിന്നെ എന്തായാലും ഭയങ്കരമായിട്ട് ആ ഒരു ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് പോയി. അപ്പോൾ ഇത് സ്മൂത്തായിട്ട് പോയി. എന്തായാലും രേണു സുധി കുഴപ്പമൊന്നുമില്ല. ഒരു എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കളി കളിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ ഒരുവിധം കളി. നമ്മൾ അനീഷിനെ കളിയൊന്നും ഇല്ല. കാരണം അനീഷ് കിച്ചണിൽ നിന്ന് പോയി. അനീഷ് എന്തുകൊണ്ടോ ഒരു താന്നു പോയി. അനീഷിനെ ആ വീഡിയോ കാണിച്ചപ്പോഴത്തേക്ക്, ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചപ്പോൾ അനീഷ് ഒന്ന് താന്നു പോയതാണ്. കാരണം അത് കണ്ടപ്പോൾ അനീഷിനും കൂടി ടെൻഷൻ, അയ്യോ എനിക്ക് പുറത്ത് നെഗറ്റീവായി പോകുമോ എന്ന് വിചാരിച്ചു. പക്ഷെ അനീഷ് അങ്ങ് നന്നായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ഭാഗം എടുത്തൊക്കെ കളിച്ചെങ്കിൽ നല്ലതായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം ഒരു നല്ല ഗെയിമർ അവിടെ ഇല്ല. അനീഷ് കണ്ടന്റ് കൊടുത്താൽ മതി. ഇപ്പം ആൾക്കാർ കണ്ടന്റ് ഉണ്ടാക്കുവാണ്. ഞാൻ റെനയുടെ പറഞ്ഞു തന്നെയാണല്ലോ, റെനയാണ് എന്തോ ഒരു ചൊറിയാണ് അനുമോടെ മുമ്പിൽ വന്ന. അനീഷിന്റെ ആയിരുന്നു എപ്പോഴും അനീഷിന്റെ മുഖത്ത്. ഇനി സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ വരുന്നെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിന് എപ്പോഴേ അകത്തായി പോരെ. എപ്പോഴും ഞാനങ്ങനെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിന് എന്നെ പിടിച്ച് അവർ പുറത്താക്കിയിരുന്നു. കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ട്രിഗർ പോയിന്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇല്ല, നമ്മളെ കളിയാക്കുന്നില്ല. കുരങ്ങൊക്കെ കൊഞ്ഞനും കുത്തില്ല, അതുപോലെ വന്ന് മുഖത്ത് വന്ന് നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊഞ്ഞനെ കുത്തെന്ന് തന്നെ. എൻ്റെ മോൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ അവനെ തല്ലി പിടിച്ചേനെ. അപ്പം സത്യം എനിക്ക് അവളെ പിന്നെ നമ്മൾ കുട്ടികളായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് കൊഞ്ഞനും കുത്തുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പോൾ റെനെ എന്ന് പറഞ്ഞാൽ ചൈൽഡിഷ് സ്വഭാവം. ഇത്രയും കൊച്ചു കുട്ടികളല്ല, ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള സംസാരിക്കുന്ന പറഞ്ഞാൽ ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും വലിയ ഒരു ബിഗ് റിയാലിറ്റി ഷോയിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതെൻ്റെ അഭിപ്രായമാണ്. ഈ റെന ഫാത്തിമയുടെ ആൾക്കാർ വന്ന് ഇനി എന്നെ തെറി വിളിക്കേണ്ട. ആരെങ്കിലും തെറി വിളിച്ചാൽ റെന ഫാത്തിമയല്ല, രേണു സുധി അല്ല, അനുമോളല്ല, ആരുടെ ആർമിക്കാർ വന്ന് എൻ്റെ വീഡിയോയുടെ താഴെ തെറി വിളിച്ചാൽ അവർ ഹെൽത്തി ക്രിറ്റിസിസം പറ്റും. പക്ഷെ അല്ലാതെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് വെച്ച് ഞാൻ ശരിക്കും തരും. ഞാൻ പറയാൻ പോണതൊക്കെ ഈ രേണുസുധിയുടെയൊക്കെ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പ്രത്യേകിച്ചും കുട്ടികൾ കാണാതിരിക്കാനുള്ളതെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടും. കുട്ടികൾക്ക് കിട്ടാതിരിക്കാനുള്ള 16+ ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇടും. അതുകൊണ്ട് ഞാൻ നല്ല ശരിക്കും ഞാൻ വിളിക്കും. എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും വന്ന് തെറി വിളിച്ചാൽ ഉള്ളത് പറയാല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ എനിക്കിതുവരെ അപ്ഡേഷൻസ് തരാൻ പറ്റിയില്ല. ഞാൻ കോടതിയിൽ പോയിരുന്നു. കോടതിയിൽ പോയിട്ട് ഞാൻ വൈകുന്നേരമാണ് വന്നത്. ഞാൻ പോയത് തന്നെ 11 മണിക്കാണ്. എനിക്ക് 11 മണിക്കാണ് കോടതി കയറുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് മുമ്പ് തന്നെ വീഡിയോ ഞാൻ ഇട്ട് ഞാൻ വഴിയിൽ നിന്നൊക്കെയാണ് വൈകി ഉണ്ടായത് കൊണ്ടൊക്കെ അപ്ലോഡ് ആയിപ്പോയത് കേട്ടോ. എന്നിട്ട് ഞാൻ വന്നത് ലേറ്റായി. പിന്നെ എനിക്ക് ഇനി അടുത്ത കിച്ചൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. നാളെ രാവിലെ വീണ്ടും നമ്മുടെ ഡെയിലി റുട്ടീൻ. അപ്പോൾ എന്തായാലും രാവിലെ അപ്ഡേഷൻസുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും വീഡിയോ കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിയിൽ നല്ല അടിപൊളി റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.